നമസ്കാരം. സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശത്തിൽ തമിഴ്നാടിന്റെ യുവജനക്ഷേമ മന്ത്രിയായ ഉദയനിധി സ്റ്റാലിനെതിരെ അതിരൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സുപ്രീം കോടതി. ഉദയനിധി അവകാശങ്ങൾ ദുരുപയോഗം ചെയ്തു എന്ന് തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. വിവാദ പരാമർശത്തെ തുടർന്ന് ഉദയനിധി സ്റ്റാലിനെതിരെ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറുകൾ ഒരുമിച്ചാക്കണം. 6 എഫ്ഐആറുകൾ ഉണ്ടായിരുന്നു. ഈ 6 എണ്ണം ഒരുമിച്ചാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി പരിഗണിക്കവെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നും സ്റ്റാലിന്റെ പുത്രന് വയറു നിറച്ചും കിട്ടിയിരിക്കുന്നത്. സനാതന ധർമ്മത്തെ അവഹേളിച്ച് നടത്തിയ പരാമർശത്തിൽ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായാണ് ഈ എഫ്ഐആറുകൾ ഉള്ളത്. ഇതെല്ലാം ഒന്നിച്ചു ചേർക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഉദയനിധി സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇതിനു മുൻപ് ഈ എഫ്ഐആറുകൾ ഒന്നിച്ചാക്കണം എന്ന ആവശ്യം തന്നെ ഉന്നയിച്ചുകൊണ്ട് ഉദയനിധി മറ്റു കോടതികളെ സമീപിച്ചിരുന്നു. പക്ഷേ ഇത് തള്ളിയതിന് തൊട്ടു പിന്നാലെയാണ് സുപ്രീം കോടതിയിലേക്ക് ചെന്നത്. ഹർജി പരിഗണിക്കുന്നതിനിടയിലാണ് സുപ്രീം കോടതി അതിരൂക്ഷമായ ഭാഷയിൽ സ്റ്റാലിന്റെ മകനെ വിമർശിച്ചിരിക്കുന്നത്. ഉദയനിധി ഒരു സാധാരണക്കാരനല്ല എന്നും ഒരു മന്ത്രിയാണ് എന്നുള്ള കാര്യം എപ്പോഴും ഓർമ്മ വേണമെന്നുകൂടി കോടതി താക്കീത് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരു സാധാരണക്കാരനല്ല, ഒരു മന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുമ്പോൾ അതിന് പിന്നാലെ വരാൻ പോകുന്ന വിവാദങ്ങൾ അല്ലെങ്കിൽ വരും വരായികകൾ ചിന്തിക്കേണ്ടതുണ്ട് എന്നായിരുന്നു കോടതിയുടെ പരാമർശം. അതിനോടൊപ്പം തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യാൻ പാടില്ല എന്നും ഉദയനിധി സ്റ്റാലിൻ അത് ചെയ്തിട്ടുണ്ട് എന്നും സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. ഇതിന് തൊട്ടു പിന്നാലെ ഇതേ ആവശ്യം, അതായത് ഈ ഹർജികൾ ഒന്നിച്ചാക്കുന്ന ആവശ്യത്തിന് മദ്രാസ് ഹൈക്കോടതിയെ തന്നെ സമീപിക്കാനുള്ള നിർദ്ദേശം കൂടി സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. അങ്ങനെ ഉദയനിധിയുടെ സനാതന ധർമ്മ പരാമർശം അത് വീണ്ടും ദേശീയ തലത്തിൽ വാർത്തയായിക്കൊണ്ടിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് സജീവ ചർച്ചയാക്കി നിർത്താൻ തന്നെയാണ് BJP ലക്ഷ്യം വെക്കുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഇപ്പോൾ ഉദയനിധിക്ക് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലുള്ള ഒരു കടുത്ത ഭാഷയിലുള്ള വിമർശനം നേരിടേണ്ടി വന്നതും തീർച്ചയായും DMK ഒന്നടങ്കം ബാധിക്കുന്നത് തന്നെയാണ്. എന്തായാലും സനാതന ധർമ്മ പരാമർശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴും DMK ആ പ്രശ്നങ്ങളുടെ തുരുത്തിൽ നിന്നും കരകയറിയിട്ടില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.